കോട്ടയം സ്റ്റൈലിൽ ഈ കാണുന്ന ചൂടമീൻ ഒന്ന് പറ്റിച്ചെടുത്താലോ, കുറച്ച് വറുക്കുകയും ചെയ്യാം. അപ്പം ഞങ്ങളിതിനെ ചൂടമീൻ എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ ഇതിനെ കൊഴുവയെന്നും പറയും. ആദ്യം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ വറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകും കൂട്ടത്തിൽ കുറച്ച് ചുമന്നുള്ളിയും കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. റെഡിയാക്കിയ മസാല ഇതുപോലെ കൊഴുവയിലേക്ക് നന്നായിട്ട് തിരുമ്മി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കും. അതിനുശേഷം നമുക്കിതുപോലെ മസാലയൊക്കെ പിടിച്ച മീൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ചൂട് കുത്തരിച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പറാണ് ഈ കൊഴുവ ഫ്രൈ. ഇനി നമുക്ക് ചൂട പറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് നമുക്ക് കുടംപുളി ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുക. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളക്, കാന്താരി ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. കാന്താരി അല്ലെങ്കിൽ പച്ചമുളകും അതിൻ്റെ കൂട്ടത്തിൽ ചുവന്നുള്ളിയും ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. ഇനി ഈ അരപ്പിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ നമുക്ക് ചിരകിയ തേങ്ങായും കൂടെ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. പിന്നെ അതുപോലെ നമ്മൾ ആ വെള്ളത്തിലിട്ട് വെച്ച കുടംപുളി ഇതിലേക്ക് ചേർത്ത് ആ കുടംപുളിയുടെ വെള്ളവും കൂടെ ചേർത്ത് ഈ അരപ്പ് നന്നായിട്ട് കൈ കൊണ്ട് യോജിപ്പിക്കാം. ഇനി ഈ അരപ്പിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി അടുപ്പയിൽ വേവിക്കാൻ വെച്ചാൽ മതി. വെന്ത് കഴിയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മൂടി വെച്ചാൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കൊഴുവ പറ്റിച്ചത് റെഡിയാകും.